തിരുവനന്തപുരം വർക്കലയിൽ യുവാവിന്റെ പരാക്രമം. നിരവധി പേരെ മണ്ണന്തല സ്വദേശി അലൻ കമ്പി വടികൊണ്ട് ആക്രമിച്ചു. ആക്രമണത്തിനിരയായ ബഷീറിന്റെ മൂക്കിന് പൊട്ടലുണ്ട്. അലനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓട്ടോമാറ്റിക് കാർ കൊണ്ട് നിർത്തി ഒരുത്തൻ തടിയനാണ്, കറുത്തൊരു ഗുണ്ട് സാധനം, കയ്യിലൊരു ആയുധം ഉണ്ടായിരുന്നു. കടയുടെ അകത്ത് കയറി വന്നിട്ട് എന്തേരടാ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന, ക്ലോസ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പച്ച ചീത്തയൊക്കെ വിളിച്ചിട്ട് സ്റ്റാഫിനെ 2 അടി അടിച്ചു. അടിച്ചപ്പോൾ സ്റ്റാഫ് എന്നെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് സ്റ്റാഫ് ഇറങ്ങി ഓടി. ഇവൻ അവിടെ ഇരുന്ന ക്ലാസ്സിൽ കയ്യിൽ നിന്ന് പൈപ്പ് കൊണ്ട് ക്ലാസ് അടിച്ചു പൊട്ടിച്ചു. എൻ്റെ കസേരകൾ മൊത്തം പറക്കി റോട്ടിലിറങ്ങി. വെളിയിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു കാറുണ്ട്, ഒരു ബ്ലൂ കാറ്, അതിൻ്റെ ഗ്ലാസ്സും അടിച്ചു പൊട്ടിച്ചു. ചന്തു ചന്ദ്രശേഖറുണ്ട് വിവരങ്ങളുമായി. ചന്തു, എന്തിനാണ് ഇയാൾ ഈ അതിക്രമമൊക്കെ നടത്തിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഇല്ലാതെയാണ് ഈ മണ്ണന്തല സ്വദേശിയായ അലൻ വർക്കല ഭാഗത്ത് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് നാട്ടുകാരും പോലീസുമൊക്കെ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ വർക്കല തിരുവമ്പാടി ബീച്ചിന് സമീപം ആദ്യം എത്തുകയും ഈ സജുവിൻ്റെ റെസ്റ്റോറൻറ്റ് ആക്രമിക്കുകയുമായിരുന്നു. റെസ്റ്റോറൻറ്റിലെ 2 ജീവനക്കാരെ മർദ്ദിച്ചു. അതിനുശേഷം കട അടിച്ചു തകർക്കുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ചില്ലുകൾ കമ്പി വടി ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയുമായിരുന്നു. ശേഷം അവിടെ നിന്നും കാറിൽ രക്ഷപ്പെട്ട പ്രതി വഴിയിൽ നടന്നു പോകുകയായിരുന്നു ഒരു അമ്മയെയും മകനെയും ആക്രമിച്ചതായി പരാതിയുണ്ട്. അതിനുശേഷമാണ് ഈ വർക്കല പോലീസ് സ്റ്റേഷന് സമീപം കരിക്ക് വിൽപ്പന നടത്തുന്ന ബഷീറിനെ ആക്രമിച്ചത്. ബഷീറിൻ്റെ മുഖത്ത് ഇടിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂക്കിന് പൊട്ടലുണ്ട്. ബഷീറിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ബഷീറിനെ ആക്രമിച്ചതിന് ശേഷം അവിടെ നിന്നും വീണ്ടും കാറുമായി രക്ഷപ്പെട്ട പ്രതി മറ്റൊരു വയോധികനെയും 70 വയസ്സുള്ള രാജൻ എന്ന വയോധികനെയും ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കമ്പി വടികൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അവിടെ നിന്നും വീണ്ടും രക്ഷപ്പെട്ട ശേഷം ഇയാൾ വീണ്ടും സമീപത്ത് ഉണ്ടായിരുന്ന ഒരു ആളെ ആക്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തെയും കമ്പി വടികൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഈ നാട്ടുകാരെല്ലാവരും കൂടി ഈ പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്താനുള്ള കാരണമെന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു. പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഈ വഴിയാത്രക്കാരെയും വയോധികരെയും 90 വയസ്സുള്ള വയോധികനെ ഉൾപ്പെടെ ഈ അലൻ ആക്രമിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകിയത്.